കേരള വാർത്തകൾ കൂടി പരിശോധിക്കാം. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ സ്വയം ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നതായി ആക്ഷേപം. ജോസഫ് മരിക്കുന്നതിന് മുൻപ് എഴുതിയ കുറിപ്പ് പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയായാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ വാർത്തയുടെ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു. മേഘന, ഇപ്പോൾ ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും ഇനി സമരത്തിന്റെ നാൾ വഴി? ലിബീഷ്, കഴിഞ്ഞ ദിവസമാണ് തനിക്ക് ലഭിക്കേണ്ട പെൻഷൻ ലഭ്യമാക്കിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തെഴുതിയ ശേഷം ഭിന്നശേഷിക്കാരനായ ജോസഫ് ആത്മഹത്യ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും മറ്റും വരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടാകുന്നു എന്നുള്ളതാണ്. ജോസഫ് മരിക്കുന്നതിന് മുന്നേ എഴുതിയെന്ന് പറയപ്പെടുന്ന ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഇതുവരെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. അത് അനാസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളോടക്കം വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടും പോലീസിന് തയ്യാറായിട്ടില്ല എന്നും ആരോപണമുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വികലാംഗ പെൻഷൻ ലഭിക്കാതെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് അത്രയേറെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെതിരെ പ്രത്യക്ഷ സമരങ്ങളുമായിട്ട് പ്രതിപക്ഷ സംഘടനകളടക്കം രംഗത്തുണ്ട്. ഇന്നലെ കോൺഗ്രസും യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും അടക്കം മൃതദേഹവുമായി അടക്കം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇന്ന് ചക്കിട്ടപ്പാറ, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തുടക്കം മുതൽ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തും ഈ ജോസഫിന്റെ വിഷയം നിഷേധിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ജോസഫിന് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു, തൊഴിലുറപ്പിൽ നിന്നടക്കമുള്ള സേവനങ്ങളും ജോസഫിന് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ജോസഫ് മുന്നേയും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. ബാങ്കിലടക്കം ഭിന്നശേഷി പെൻഷൻ നൽകിയതിന്റെ തെളിവുകളുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിശദീകരണങ്ങളും ഇന്ന് ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വളരെ ഗുരുതരവും വേദനാജനകവുമായിട്ടുള്ള വിഷയമാണ്. ഇതിൽ പ്രത്യക്ഷ സമരങ്ങളുമായിട്ടും പ്രതിഷേധം കടുപ്പിക്കാനും തന്നെയായിരിക്കും പ്രതിപക്ഷ സംഘടനകളുടെയും തീരുമാനം. ലിബീഷ്. ശരി മേഘന, വികലാംഗ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ സ്വയം ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട് നിന്ന് മേഘന മുരളി.